കുനിശ്ശേരി മാടമ്പാറ GHSS സ്കൂൾ ഗ്രൗണ്ടിന് സമീപമുള്ള തണൽ മരങ്ങളുടെ ശിഖരങ്ങൾ അപകട ഭീഷണി ഉയർത്തുന്നതായി പരാതി. 2 വർഷം മുൻപ് മഴവെള്ളമൊഴുകിയെത്തി മതിൽ പൊളിഞ്ഞുകിടക്കുന്ന ഭാഗത്തെ മരങ്ങൾ അടിത്തറബലമില്ലാതെ അപകട ഭീഷണി ഉയർത്തി നിൽക്കുകയാണ്. ഇതിന് താഴെ കൂടിയാണ് വൈദ്യുതി ലൈൻ കടന്നുപോകുന്നത്. കൂടാതെ താഴെ ട്രാൻസ്ഫോമറുമുണ്ട്. ബലമില്ലാത്ത മരങ്ങൾ മുറിച്ചുമാറ്റുകയോ ശിഖരങ്ങൾ വെട്ടിമാറ്റുകയോ ചെയ്യണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. സ്കൂളിൻ്റെ മരം ഞങ്ങളുടെ വീട്ടിൽ മുട്ടിയിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ അത് മുറിച്ച് മാറ്റണം. കാറ്റും മഴയൊക്കെ വരുമ്പോൾ ചെറിയ കുട്ടികളായിട്ട് ഇരിക്കുമ്പോൾ പെരയിലേക്ക് മുട്ടിയിട്ടാണ് നിൽക്കുന്നത്. ഞങ്ങൾക്കത് ഭയങ്കര ശല്യമാണ്. അപ്പോൾ ഒരിക്കൽ മുറിക്കാൻ പറഞ്ഞപ്പോൾ അവർ മുറിക്കാന്നാണ് പറഞ്ഞത് മഴക്കാലം ആകുമ്പോഴേക്കും. പക്ഷേ ഇതുവരെ മുറിക്കണമൊന്നും കാണാനില്ല. ഉള്ളിലത്തേക്ക് മുറിച്ചു, പുറത്തുള്ളതൊന്നും മുറിച്ചിട്ടില്ല ഇതുവരെ. അതൊന്ന് മുറിക്കണം. ഞങ്ങളുടെ പെരയിലേക്കല്ലേ മുഴുവനും നിൽക്കുന്നത്. നല്ല ബുദ്ധിമുട്ടായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. അത് ശരിയാക്കി തന്നില്ലെങ്കിൽ അവർ തന്നെ ഇതിൻ്റെ ഉത്തരവാദിത്തം എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഇതിന് വേണ്ടുന്ന പ്രതിവിധി എത്രയും പെട്ടെന്ന് എടുത്ത് ചെയ്യണം. ഞങ്ങൾക്ക് മഴ കൂടുതലായി കഴിഞ്ഞാൽ അത് ബുദ്ധിമുട്ട് തന്നെയാണ്. ഞങ്ങളുടെ വീട്ടിലേക്ക് അപകടമായിട്ടാണ് നിൽക്കുന്നത്. ഈ വഴിയിലും കുട്ടികൾക്കും നടക്കാനും എല്ലാം ബുദ്ധിമുട്ടാണ്. മഴയെത്തുന്നതിന് മുൻപ് ഇതിൽ നടപടി സ്വീകരിക്കണമെന്നും ഇല്ലെങ്കിൽ ഇത് വലിയൊരു അപകടത്തിന് കാരണമാകുമെന്നും നാട്ടുകാർ പറഞ്ഞു. സ്കൂളിന് ഭീഷണിയാണ്, റോഡിന് ഭീഷണിയായ മരങ്ങൾ മുഴുവൻ ഇവിടെ ബുദ്ധിമുട്ടായി നിൽക്കുന്നത്. ജനങ്ങൾക്ക് ബുദ്ധിമുട്ട്. ട്രാൻസ്ഫോമറാണ് ഇതിൻ്റെ അടിയിലുള്ളത്. അതിൻ്റെ അടിയിൽ ലൈനുണ്ട്, അവർക്കും ബുദ്ധിമുട്ടാണ്. സ്കൂളിലുള്ള ഭാഗങ്ങളിലെ കൊമ്പുകൾ മുഴുവൻ കട്ട് ചെയ്തു. കുട്ടികൾക്ക് ഭീഷണിയുണ്ട്. പക്ഷേ കുട്ടികൾക്ക് ഭീഷണിയായ മരങ്ങളുടെ കൊമ്പുകൾ ശാഖകൾ കട്ട് ചെയ്തപ്പോൾ അതിൻ്റെ ലോഡ് മുഴുവൻ വെളിയിലേക്കാണ് വരുന്നത്. ആ വെളിയിൽ വരുന്ന സമയത്ത് ഇനി വരുന്നത് ഒരു കാറ്റോ അടിച്ചു കഴിഞ്ഞാൽ ഈ റോഡിലേക്കാണ്. നാട്ടുകാർക്ക് മുഴുവൻ ഭീഷണിയാണ്. മുൻകരുതൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു പ്രൊട്ടക്ഷനാണ്. അത് ചെയ്യണില്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. ഞാനും ഒരു അധ്യാപകനായിരുന്നു, റിട്ടയർഡ് ആയ ആളാണ്. പക്ഷേ ഇതിൽ പ്രശ്നങ്ങൾ ജനങ്ങൾക്ക് മുഴുവൻ, ഈ വഴി കൂടെ പോണ ജനങ്ങൾക്ക് മുഴുവൻ ഭീഷണിയാണ്. അത് വെള്ളം അവിടെ നിന്ന് കുത്തി ഒലിച്ച് വന്നിട്ട് മതിൽ വന്ന് ഇടിച്ചിട്ട് ആ റോഡിൻ്റെ നടുവിലേക്കാണ് മതിൽ വീണത്. ആ സമയത്ത് ആരെങ്കിലും ആ റോഡിൽ കൂടെ പോയതാണെങ്കിൽ അവരുടെ മീതിയായിരിക്കും വീഴുക. ഇതൊന്നും എന്നിട്ട് അതിപ്പോൾ 2 കൊല്ലത്തോളമായി അത് അങ്ങനെ കിടക്കുകയാണ്. ഒന്നും ചെയ്തില്ല. 2 വർഷമായിട്ട് അതിന് ഞാൻ പരാതി സ്കൂളിലേക്ക്, പ്രിൻസിപ്പൾക്ക് പരാതി കൊടുത്തു, HMന് പരാതി കൊടുത്തു, പഞ്ചായത്തിന് പരാതി കൊടുത്തു, ഇലക്ട്രിസിറ്റിക്ക് കൊടുത്തു. ഇത് എല്ലാവിടേക്കും ഞാൻ റിട്ടേണായിട്ട് പരാതി കൊടുത്തു. പിന്നെ ഞാൻ MLAനെ കണ്ട് സംസാരിച്ചു. ശരി നോക്കാ പറഞ്ഞു. ഇപ്പോഴത്തെ ബ്ലോക്ക് മെമ്പറിൻ്റെ അടുത്തും പറഞ്ഞു, അവരും നോക്കാ പറഞ്ഞു. പഞ്ചായത്ത് മെമ്പറിൻ്റെ അടുത്ത് പറഞ്ഞു, കഴിഞ്ഞ പഞ്ചായത്ത് മെമ്പറിൻ്റെ അടുത്ത് പറഞ്ഞു. ഇതെല്ലാവരുടെ അടുത്തും നമ്മൾ ഈ പ്രശ്നങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. പക്ഷെ ആർക്കും ഒരു ഇതില്ല, ഇതിനെ പരിഹരിക്കാനുള്ള ഒരു ഇത് കാണാനില്ല. ഇനിയിപ്പോൾ ഇനി എന്തെങ്കിലും സംഭവിക്കുമ്പോൾ എനിക്ക് എൻ്റെ വീടിൻ്റെ ഭീഷണിയാണ്, എൻ്റെ മതിൽ വീഴും, എല്ലാറ്റിനും പ്രശ്നമാണ്. അധികൃതരുടെ ശ്രദ്ധ ഇക്കാര്യത്തിൽ പതിയണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു. UTV ന്യൂസ്, പാലക്കാട്.